കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമചന്ദ്രസ്വാമി രാവണനെ വധിച്ച് ലങ്കയിൽ നിന്ന് തിരിച്ചു പോന്ന് അയോധ്യയിലെത്തി. അയോധ്യയിൽ വന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം ചെയ്തിരിക്കുന്ന സമയത്ത് യോഗ്യന്മാരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും അന്ന് അയോധ്യയിൽ വന്നു. അവരെല്ലാവരും ഈ ഒരു വലിയ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു. പണ്ട് ഈ 14 കൊല്ലം മുമ്പ് ദശരഥ മഹാരാജാവ് ഈ അഭിഷേകത്തിന് പുറപ്പെട്ട സമയത്ത് എല്ലാവരെയും വിളിച്ചു വരുത്തി. ആ രാജാക്കന്മാരൊക്കെ അന്ന് നിരാശരായിട്ട് പോവുകയാണ് ഉണ്ടായത്. അവരൊക്കെ വീണ്ടും വന്ന് ഈ പട്ടാഭിഷേകം എന്ന് പറഞ്ഞ പരിപാടിയിൽ വലിയ കേമായിട്ട് പങ്കെടുത്തു. മഹർഷിമാർ, അഗസ്ത്യാദികളായ ഋഷീശ്വരന്മാർ എല്ലാവരും വന്നു. ഇവരെല്ലാവരും വന്ന് കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹർഷിമാരായിട്ട് വർത്തമാനം പറഞ്ഞ് വട്ടം കൂടിയിരിക്കുമ്പം ഈ മഹർഷിമാരോട് കൂടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയും ചെയ്തു. അതായത് ഈ മഹർഷിമാരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മഹർഷിമാർ രാജാവിനോട് പറഞ്ഞത്, അങ്ങപ്പോൾ എന്തുണ്ടായെന്നാണെങ്കിൽ രാവണനെ അങ്ങ് കൊന്നു. അതിലിപ്പോൾ അത്ര വലിയ അത്ഭുതം ഞങ്ങൾക്ക് തോന്നണില്ല രാവണനെ കൊന്ന കാര്യത്തിൽ. പക്ഷേ ആ മേഘനാഥൻ രാവണൻ്റെ മകനെ അങ്ങ് കൊന്നു എന്ന് പറയുന്നത്, ലക്ഷ്മണൻ കൊന്നത് ഒരു അസാമാന്യ പ്രവൃത്തി തന്നെയാണ് എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ചോദിച്ചു, അതാണ് എന്തപ്പോൾ അങ്ങനെ പറയാൻ കാരണം? രാവണനെ കൊന്നതിനേക്കാളും വലിയ ഒരു ദുഷ്കരമായ പ്രവൃത്തിയാണ് ലക്ഷ്മണൻ ചെയ്തതായ ഇന്ദ്രജിത്തിൻ്റെ വധം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷിമാർ ഇത് കേട്ടപ്പോൾ അവർ പറയുകയും ചെയ്തു, എന്താണെന്നാണെങ്കിൽ ഈ ഇന്ദ്രജിത്തിനെ അങ്ങ് വധിച്ചു എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ക്രിയയല്ല അങ്ങ് ചെയ്തത്, കുറച്ചും കൂടെ വലിയ വിശിഷ്ടമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ് എന്നും പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഈ രാമൻ രാവണനെ കൊന്നു എന്ന് പറഞ്ഞ പ്രവൃത്തിയേക്കാളും ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ കൊന്നത് മഹാകേമാണ് എന്ന് പറയാൻ കാരണം എന്ന് രാമൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ മഹർഷിമാർ ഇന്ദ്രജിത്തിൻ്റെയും രാവണൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇവരുടെ പൂർവ്വചരിത്രം
ഒന്ന് മനസ്സിരുത്തണം എന്ന് പറഞ്ഞു. അതായത് അക്കാലത്ത് ഒരു വലിയൊരു ശ്രേഷ്ഠനായ മഹർഷി ഉണ്ടായി. ആ മഹർഷി എന്തേ ചെയ്തു എന്നാണെങ്കിൽ, അദ്ദേഹം തൃണബിന്ദു എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ ആ ആശ്രമത്തിൽ വന്ന്, പുലസ്ത്യൻ എന്നാണ്, ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ തൃണബിന്ദു മഹർഷിയുടെ ആശ്രമത്തിൽ തപസ് ചെയ്ത് കഴിച്ചുകൂട്ടി. ഈ പുലസ്ത്യൻ ബ്രഹ്മാവിൻ്റെ നേരെ മകനാണ്. അദ്ദേഹം വലിയ കേമനായിട്ട് ശ്രേഷ്ഠനായിട്ടിരിക്കുന്ന കാലത്ത് ഹിമാലയത്തിൽ തൃണബിന്ദു ആശ്രമത്തിൽ വന്ന് കഴിച്ചു കൂട്ടുന്ന കാലത്ത് അങ്ങനെ കുറേ കാലം തപസ് ചെയ്ത് കഴിച്ചുകൂട്ടി. ഈ തൃണബിന്ദു മഹർഷിയുടെ ആശ്രമത്തിൽ ഈ പുലസ്ത്യൻ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അന്ന് എന്താ വെച്ചാൽ അവിടേക്കുള്ള ഈ തൃണബിന്ദു ഒരു രാജഋഷിയാണ്. അദ്ദേഹം രാജാവായിട്ടിരുന്ന് പിന്നീട് ഋഷിയായിട്ടുള്ള ആളാണ്. ക്ഷത്രിയ സമ്പ്രദായത്തിൽ മഹർഷിയായിട്ടുള്ള ഈ തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പം ആ കാലത്ത് ഈ ആശ്രമങ്ങളിലൊക്കെ ഇരിക്കുന്ന മഹർഷിമാരുടെ പെൺകുട്ടികൾ, പെൺകിടാങ്ങളെല്ലാവരും ഈ ആശ്രമത്തിൽ വന്നിട്ട് തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൽ, അതായത് പുലസ്ത്യൻ തപസ് ചെയ്യുന്ന ദിക്കിൽ വന്നിട്ട് ഇങ്ങനെ അവർ കളിയും ചിരിയും പാട്ടും കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോൾ ഈ മഹർഷിമാരുടെ പെൺകിടാങ്ങളെല്ലാവരും വന്ന് കളിച്ചും ചിരിച്ചും ഓടിയും പാഞ്ഞും നടക്കുന്ന സമയത്ത് ഇത് ഈ പുലസ്ത്യ മഹർഷിക്ക് വലിയ ഒരു വിഷമായിട്ട് തോന്നി. അവർക്ക് ധ്യാനിക്കാനും ജപിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഇവരുടെ ഈ ഒച്ചപ്പാടും ബഹളവും കാരണം. കുറേ പറഞ്ഞു നോക്കി കുട്ടികളെ, അവരൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ചെറിയ കുട്ടികളും അല്ല, 10, 16, 18, 20 വയസ്സായ കുട്ടികളാണ്. അപ്പോൾ അവരിങ്ങനെ അച്ചടക്കമില്ലാതെ ഓടി പാഞ്ഞ് നടന്ന് ബഹളം കൂട്ടി ഒരു ആശ്രമത്തിൻ്റെ മട്ടും മാതിരി ഇല്ലാണ്ട് നടന്നപ്പോഴാണ് ഈ മഹർഷി തനിക്കിത്തിരി സ്വൈരായിട്ട് ജപിക്കാനും ഭജിക്കാനും പറ്റാനില്ലല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഈ മഹർഷിയുടെ ആശ്രമത്തിൽ വരുന്ന പെൺകുട്ടികളെ കണക്കാക്കിയിട്ട് ഒരു ദിവസം കുട്ടികളോട് പറഞ്ഞു, ഇനി ആരെങ്കിലും ഈ ആശ്രമത്തിൽ വന്നാൽ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പെട്ടാൽ അവരെന്തായിട്ട് തീരും, അവർ ഗർഭിണികളായിട്ട് തീരും എന്നും പറഞ്ഞു. അതിൻ്റെ ശേഷം പെൺകുട്ടികളാരും ഇങ്ങോട്ട് വരാണ്ടേ. അങ്ങനെ കുട്ടികളൊന്നും വരാണ്ടേ ഇരിക്കുന്ന കാലത്ത് ഒരിക്കലും എന്താണെന്നാണെങ്കിൽ, ഒരിക്കലും തൃണബിന്ദു മഹർഷിയുടെ മക്കൾ, ആ കുട്ടി വിവരം അറിഞ്ഞില്ല. ആ പെൺകുട്ടിയാണ് എന്ത് ചെയ്തത്, ഈ ആശ്രമത്തിൽ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ തൻ്റെ കൂടെ പതിവായിട്ട് വരുന്ന കുട്ടികളെ ആരെയും കാണാനും ഇല്ല. അപ്പോൾ ഇവരെ ഇപ്പോൾ എവിടേക്കാണ് പോയത്, എന്താണ്ടായതെന്ന് അറിയാതെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തൃണബിന്ദു മഹർഷിയുടെ മകള് ഗർഭലക്ഷണങ്ങളോട് കൂടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്താണെന്ന് ഇതിന് മനസ്സിലായില്ല. ഗർഭത്തിൻ്റെ വ്യക്തലക്ഷണങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെയൊരു വിഷമമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളായ കുട്ടികളെയൊന്നും കണ്ടില്ല, ഞാൻ ആശ്രമത്തിൽ ചെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരും വന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, എനിക്ക് അച്ഛൻ അങ്ങനത്തെ ചില വൈഷമ്യങ്ങളും കാണാനുണ്ടെന്നും പറഞ്ഞു. രാജാവിന് ഇത് ഈ ശാപത്തിൻ്റെ വർത്തമാനം അറിയുകൊണ്ട് രാജാവിന് മനസ്സിലായി, രാജഋഷിക്ക് മനസ്സിലായി തൃണബിന്ദുവിന് തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, അദ്ദേഹം നേരെ തൻ്റെ മകളെ കൊണ്ടുപോയിട്ട് പുലസ്ത്യ മഹർഷിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹർഷി ഈശ്വര, ഇതെങ്ങനെയൊരു വൈഷമ്യം എൻ്റെ മകൾക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ മകളെ അങ്ങനെ സ്വീകരിക്കുക വഹിക്കൂ എന്നും പറഞ്ഞു. അപ്പോൾ ഈ രാജഋഷിയായിട്ടുള്ള തൃണബിന്ദുവിൻ്റെ വർത്തമാനം കേട്ടപ്പം ഈ പുലസ്ത്യൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പുലസ്ത്യ മഹർഷി എന്ത് ചെയ്തു, ഈ തൃണബിന്ദു മഹാരാജാവിൻ്റെ മകളെ വിവാഹം ചെയ്തു സ്വീകരിച്ചു. അങ്ങനെ ഇദ്ദേഹം വേദം ചൊല്ലലും ജപിക്കലും നമസ്കരിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വേദോച്ചാരണ ങ്ങളൊക്കെ കേട്ടും കൊണ്ട് ആ ഗർഭം അങ്ങനെ വളർന്നു വന്നു. അങ്ങനെ ജനിക്കണതിൻ്റെ മുമ്പ് തന്നെ വേദം കേട്ടും പഠിച്ചും വന്ന് അങ്ങനെ ഇരിക്കണ ആ ഗർഭം വളർന്നു വരുന്ന കാലത്ത് ഈ പുലസ്ത്യ മഹർഷിയുടെ ഭാര്യ, അതായത് തൃണബിന്ദു മഹർഷിയുടെ മകള് പ്രസവിച്ചപ്പോൾ അതിനെന്തേ പേരിട്ടു എന്നാണെങ്കിൽ, ഈ വേദം കേട്ടും കൊണ്ട് ഗർഭത്തിൽ വളർന്ന് വേദം കേട്ടുകൊണ്ട് ജനിച്ചവനായതുകൊണ്ട് വിശിഷ്ടമായ സമ്പ്രദായത്തിൽ വേദശ്രവണം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ ആ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പ്രസവിച്ചു വന്ന ശിശുവിന് ഒരു പേരിട്ടു. അതിൻ്റെ പേരാണ് വിശ്രവസ് എന്ന് പേരിട്ടു. വിശിഷ്ടമായ രീതിയിൽ വേദാദി ശാസ്ത്രങ്ങൾ ശ്രവണം ചെയ്തു വന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ പേരിട്ടത്. അങ്ങനെ ഈ വിശ്രവസ് വലിയ നിഷ്ഠയോടുകൂടി നല്ല തപസ്സിൽ നല്ല നിഷ്ഠയോടുകൂടി കഴിച്ചുകൂട്ടി. അങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് വിശ്രവസ മഹർഷി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പുലസ്ത്യ മഹർഷിയുടെ കൂടെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ അനുസന്ധാനം ചെയ്ത് കഴിച്ചുകൂട്ടി, തപസ്സും ചെയ്ത് കഴിച്ചുകൂട്ടി ഗംഭീരമായിട്ട് തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തിരിക്കുന്ന കാലത്ത് മകൻ യുവാവായി യോഗ്യനായി എന്ന് കണ്ടപ്പോൾ പുലസ്ത്യ മഹർഷി എന്താ ചെയ്തു വെച്ചാൽ, ഭരദ്വാജ മഹർഷിയുടെ മകളെ കൊണ്ട് തൻ്റെ മകൻ്റെ വിവാഹം ചെയ്യിച്ചു. അങ്ങനെ വിശ്രവസ് ഭരദ്വാജൻ്റെ മകളെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനൊരു പുത്രനുണ്ടായി. ആ പുത്രൻ്റെ പേരാണ് ഈ വിശ്രവസിൻ്റെ മകനായതുകൊണ്ട് വൈശ്രവണൻ എന്ന് പേരുണ്ടായി അദ്ദേഹത്തിന്. വിശ്രവസിൻ്റെ മകനായതുകൊണ്ട് വൈശ്രവണൻ എന്ന് പേരുണ്ടായി എന്ന് മാത്രമല്ല കുബേരൻ എന്നും അദ്ദേഹത്തിന് വിളിക്കും. അങ്ങനെ ഉണ്ടായത്. അപ്പം അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ പുലസ്ത്യ മഹർഷി പറഞ്ഞു, ഉണ്ണിയെ തപസ് ചെയ്യൂ നന്നായിട്ട്. വിശ്രവസ് നന്നായിട്ട് പറഞ്ഞു കൊടുത്ത് തപസ് ചെയ്യുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം തപസ് ചെയ്തു നന്നായിട്ട്. അതായത് വിശ്രവസിൻ്റെ മകൻ വൈശ്രവണൻ തപസ് ചെയ്തു. കുബേരൻ തപസ് ചെയ്തു ഗംഭീരമായിട്ട് തപസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് പ്രത്യക്ഷമായിട്ട് ചോദിച്ചു, വിശ്രവസിൻ്റെ തപസ് കണ്ടിട്ട് ചോദിച്ചു, വിശ്രവസിൻ്റെ ഈ ഒരു ഗംഭീരമായ തപസ്സുണ്ട്, വിശ്രവസിൻ്റെ പുത്രൻ്റെ തപസ്
തപസ് വൈശ്രവണൻ്റെ. ഈ വൈശ്രവണനോട് വൈശ്രവണൻ നിനക്ക് എന്താ കേമായിട്ട് വേണ്ടത്, തപസ്സിൻ്റെ വലിയ വരായിട്ട് വേണ്ടത് ചോദിച്ചപ്പം ബ്രഹ്മദേവൻ്റെ മുമ്പിൽ തൊഴുതിട്ട് വൈശ്രവണം പറഞ്ഞു എനിക്ക് വരം വേണ്ടത് എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇന്ദ്രൻ യമൻ വരുണൻ എന്നൊക്കെ പറഞ്ഞിട്ട് യോഗ്യന്മാർ ദിക്പാലന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്, അതുപോലെ എനിക്ക് എന്ത് വേണം, ദിക്പാലത്വം എനിക്ക് തരണം എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ദിക്പാലത്വം കൊടുത്തു. അപ്പോൾ ഇവർക്ക് ശേഷം ഇന്ദ്രനും വരുണനും യമനും ശേഷം അടുത്ത ദിക്കിൻ്റെ പാലകനായിട്ട് ആരിയിരിക്കും, ഈ കുമാരനെ അതായത് വൈശ്രവണനെ ഏർപ്പാടാക്കി. അങ്ങനെയാണ് ഈ യമൻ തെക്കിൻ്റെയും കുബേരൻ വടക്കേ ദിക്കിൻ്റെയും അധിപനായിട്ട് തീർന്നത്. അങ്ങനെ ഈ കുബേരന് വടക്കേ ദിക്കിൻ്റെ അധിപത്യം കൊടുത്തു. പിന്നെ വേറെ ഒന്നും കൂടി എനിക്ക് വേണം എന്നും പറഞ്ഞു. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ടത് ധനതൻ്റെ സ്ഥാനം, ധനാധിപത്യം എനിക്കുണ്ടാവണം എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ സകല സമ്പത്തിൻ്റെയും ആസ്ഥാന യോഗ്യനായിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു, ആസ്ഥാനാധികാരിയായിട്ടാണ് അദ്ദേഹത്തെ നിർത്തിയത്. ധനധൻ അല്ലെങ്കിൽ ധനാധിപൻ ആയിട്ട് തീർന്നു. അങ്ങനെയാണ് കുബേരൻ ധനികനായിട്ട് സമ്പത്തിൻ്റെയൊക്കെ ആസ്ഥാന കേന്ദ്രമായിട്ട് തീർന്നത്. അങ്ങനെ കുബേരൻ ധനത്തിൻ്റെ അധികാരിയായിട്ടും തീർന്നു, വടക്കേ ദിക്കിൻ്റെ അധിപനായിട്ടും തീർന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ തപസ്സൊക്കെ കണക്കാക്കിയിട്ട് ബ്രഹ്മാവ് ഇദ്ദേഹത്തിന് നടക്കാനും സഞ്ചരിക്കാനും ഒക്കെ ആയിട്ടൊരു വിമാനവും കൊടുത്തു. അതാണ് ഈ പുഷ്പകം എന്ന് പറയുന്നത്. ഈ പുഷ്പകം വിമാനം ബ്രഹ്മാവ് ഇദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രസാദിച്ച് അനുഗ്രഹിച്ച് കുബേരന് കൊടുത്ത സാധനമാണ് എന്ത്, ഈ പുഷ്പകം. ഈ പുഷ്പകം എന്ന് പറഞ്ഞ വിമാനമൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ സന്തോഷമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ എന്താ ഉണ്ടായിച്ചാൽ ഇപ്പം തപസ് ഒക്കെ നേടി നല്ല ഫലമൊക്കെ ഉണ്ടായി വടക്കേ ദിക്കിൻ്റെ ആധിപത്യമൊക്കെ വാങ്ങിയിരിക്കുമ്പോഴും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു അച്ഛൻ എനിക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം വേണം, അതിപ്പോൾ എവിടെ താമസിക്കുക ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ ഉണ്ണി, ഞാൻ പറയാം. എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ തെക്കോട്ട് പോയാൽ ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെയൊക്കെ തെക്കേ ഭാഗത്ത് ലങ്ക എന്ന് പറഞ്ഞിട്ട് വിശിഷ്ടമായിട്ടൊരു സ്ഥലമുണ്ട്. അത് പണ്ട് രാക്ഷസന്മാരായിരുന്നു അവിടെ താമസിച്ചത്. അപ്പോൾ അവരെന്താ ചെയ്തു വെച്ചാൽ വിഷ്ണുവിനെ ഉപദ്രവിക്കുക, കാരണം വിഷ്ണുവിൻ്റെ ഉപദ്രവം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് രാക്ഷസന്മാരൊക്കെ രസാതലത്തിലും പാതാളത്തിലൊക്കെ പോയി താമസിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പൊഴിഞ്ഞ് കിടക്കുകയാണ്, ആരുമില്ല, അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുബേരൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു, അങ്ങനെ സന്തോഷമായിട്ട് പോയി അവിടെ പോയി താമസിച്ചു. ലങ്കയിൽ പോയി താമസിച്ചു. അവിടെ ആരുമില്ല, ഒഴിഞ്ഞ് കിടക്കുകയാണ്. കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവിടെ താമസിച്ചിരിക്കുന്ന കാലത്ത് കുറേ കാലം കഴിച്ചു കൂട്ടി. അപ്പം എങ്ങനെയാണെന്നാണെങ്കിൽ അവിടെ താമസിക്കും, ഇടയ്ക്ക് അച്ഛനെ കാണാൻ അമ്മയെ കാണാൻ ഹിമാലയത്തിലേക്ക് വരും. വിഷമമൊന്നുമില്ല, വിമാനം ഉണ്ടാവുകൊണ്ട് പോകാനും വരാനൊക്കെ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല യാത്രയ്ക്ക്. അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് കാലം പിന്നെയും കുറേ കഴിഞ്ഞു. അങ്ങനെ ഈ വിശ്രവസ മഹർഷിയുടെ മകൻ വൈശ്രവണൻ കുബേരൻ ഈ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ പോകുമല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ലങ്കയിലാണ്, തെക്കേ ഭാഗത്താണ്. ഈ തെക്കേ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അച്ഛനെ കാണാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് പോവും, അമ്മച്ചൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവും. പിന്നെ തിങ്കളാഴ്ച രാവിലെ വിമാനത്തിൽ ഇങ്ങോട്ടും വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാനത്തിൽ പോണതും വരണതും ഇങ്ങനെ കേമായിട്ട് വരണമല്ലോ. അതിങ്ങനെ എല്ലാവർക്കും കാണാം അദ്ദേഹം വിമാനത്തിൽ പോണത്. ആ കാലത്ത് ഈ വേറൊരു പ്രത്യേകത എന്തുണ്ടായി ചോദിച്ചാൽ ഇതിങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാക്ഷസന്മാരൊക്കെ ഒന്ന് താമസിക്കുന്നത് ഭൂമിയിലില്ല, അവരൊക്കെ ഈ പാതാളത്തിലായിട്ട് പോയി താമസിക്കുന്നത്. അക്കാലത്ത് സുമാലി എന്ന് പേരായ ഒരു രാക്ഷസൻ അദ്ദേഹം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകളും ഉണ്ട്, സുന്ദരിയായിട്ടുള്ള മകള് കൈകസി എന്ന് പറയും പെൺകുട്ടി. ഈ മകളോട് കൂടിയിട്ട് കൈകസിയുടെ കൂടെ രണ്ടാളും കൂടി ഇങ്ങനെ കയ്യും പിടിച്ച അച്ഛൻ്റെ കയ്യും പിടിച്ച മകൾ ഇങ്ങനെ നടന്നു പോവുക. ഇങ്ങനെ നടന്നു പോണ സമയത്ത് എന്താ വെച്ചാൽ ഇവർ അച്ഛനും മകളും കൂടി നടന്നു പോണ സമയത്ത് എന്ത് കണ്ടത്, ആകാശത്തിൽ കൂടി ഇങ്ങനെ ഈ കുബേരൻ വിമാനത്തിൽ ഇങ്ങനെ പോണു വരുന്നു. ഇത് കണ്ടപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു അതാരാ അച്ഛാ വിമാനത്തിൽ പോണത് വരണത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് കുബേരനാണ് കുട്ടി, ആ വിശ്രവസു മഹർഷിയുടെ മകൻ കുബേരൻ മഹാകേമനാണ്, അദ്ദേഹം ഇങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കണതിൻ്റെ കേമത്തരാണ് ഇത് എന്നും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു വലിയ കേമല്ലേ ചോദിച്ചു. ഊട്ടി കേമാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ വിശ്രവസിൻ്റെ മകൻ ഇത്ര യോഗ്യത ഉണ്ടായത് വിശ്രവസ് ഒരു യോഗ്യനായതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ മാല്യവാൻ ഈ സുമാലി എന്ത് വിചാരിച്ചു, ഇപ്പം ഇങ്ങനെയൊരു നല്ല ഉത്തമനായ പുത്രൻ നമുക്കുണ്ടായിച്ചാൽ നന്നായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, കൈകസിയോട് പറഞ്ഞു നീയും എന്ത് ചെയ്തോളൂ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ കഴിച്ചോളൂ. അപ്പം എന്താ വിദ്യ ചോദിച്ചാൽ ഈ വിശ്രവസ് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഇങ്ങനെ പോയിക്കോളൂ. അപ്പോൾ പെൺകുട്ടിക്ക് വലിയ വിവരമൊന്നുമില്ല. അപ്പം അതങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഉത്തമനായൊരു പുത്രൻ, ഇങ്ങനെ ഒരു യോഗ്യനായ പുത്രൻ നമ്മുടെ കുടുംബത്തും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വിമാനത്തിലൊക്കെ നടക്കുന്ന ജാതി ഉണ്ടെച്ചാൽ നമ്മുടെ കുടുംബത്തിനും കേമത്തല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്തോളൂ, വിശ്രവസ് മഹർഷിയുടെ ആശ്രമത്തേക്ക് ചെന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ആശ്രമത്തിൽ പോയി ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ മഹർഷി ചോദിക്കും എന്താ കുട്ടിയെ ചോദിക്കും, ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരും. പിന്നെ അവിടെ പോയി നിൽക്കും, എന്താ കുട്ടിയെ ചോദിക്കും, ഒന്നുമില്ല എന്നും പറഞ്ഞ് പോരും. അങ്ങനെ കുറേ ദിവസം പോയി നിന്നപ്പോൾ മഹർഷി ചോദിച്ചു എന്താ നീ ഇവിടെ ഇങ്ങനെ നിൽക്കണത് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഈ കൈകസി എന്നാ പെൺകുട്ടിയുടെ പേര്,
ഇദ്ദേഹത്തിൻ്റെ സുമാലിയുടെ മകളെ. അപ്പോൾ ഈ കൈകസി പറഞ്ഞു, ഞാൻ ഇപ്പം എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേന്ന്, അങ്ങ് വലിയ താപസനല്ലേ, അങ്ങക്ക് അറിയാൻ പറ്റൂലോ എന്നും പറഞ്ഞു. അപ്പോഴാണ് മഹർഷി ഇങ്ങനെ നോക്കിയപ്പം ചിന്തിച്ചപ്പോൾ ഇവൾ ഈ പുത്രലാഭത്തിനാണ് മുമ്പിൽ വന്ന് നിൽക്കണത്. എന്തിന്? ഈ വൈശ്രവണൻ്റെ മാതിരി യോഗ്യനായ പുത്രൻ ഉണ്ടാവണമെന്ന് മോഹിച്ചിട്ടാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ സമയം സന്ധ്യാസമയമായിരുന്നു ആ സമയം. അങ്ങനെ ആ സന്ധ്യാസമയത്ത് ആണ് ഈ പുത്രൻ ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഈ സന്ധ്യാകാലത്തുണ്ടായ പുത്രനായതുകൊണ്ട് വലിയ കേമനാവില്ല, നന്നാവില്ല എൻ്റെ പുത്രൻ എന്നും പറഞ്ഞു. അങ്ങനെ ഉണ്ടായ പുത്രനാണ്. ജനിച്ചു വന്നപ്പം 10 തലയായിരുന്നു. ഏതിന്? 10 തലയും 20 കൈയും കൈകസിക്കുണ്ടായ മകൻ. ഈ വിശ്രവസ് മഹർഷിക്ക് കൈകസിയിൽ രാക്ഷസിയിലുണ്ടായ പുത്രനാണ് ഈ പറയുന്നതായ 10 തലയുള്ളവൻ. 10 തലയുള്ളവനായതുകൊണ്ട് അവൻ എന്താ പേര് ചോദിച്ചാൽ ദശമുഖൻ എന്നാണ് അന്നത്തെ പേര്. ദശമുഖൻ, ദശകണ്ഠൻ എന്നൊക്കെ പേരുണ്ട്. രാവണൻ എന്നൊന്നും പേരില്ല കേട്ടോ. ഒന്ന് ദശമുഖൻ, ദശകണ്ഠൻ, ദശാനനൻ, ദശാസ്യൻ. ഈ തല വെച്ച പേരായിരുന്നു ആർക്ക്? 10 തലക്കാരൻ 10 തലക്കാരൻ എന്നുള്ള പേരിലുള്ള പേരായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇവരുണ്ടായിരുന്നത്. ഇതിങ്ങനെ വളർന്നു വന്നു. ആ കാലത്ത് പിന്നെ ഉണ്ടായി 2-3 പുത്രന്മാരും കൂടി ഉണ്ടായി. ഒരു പുത്രനും കൂടി ഉണ്ടായി. അതും ഈ സന്ധ്യയ്ക്ക് തന്നെ ഉണ്ടായത്. അപ്പോൾ അതും ഈ കാട്ടാളജാതി സമ്പ്രദായത്തിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ പറയുകയും ചെയ്തു കൈകസിയോട്, ഇതും നേരെയാവുമെന്ന് തോന്നുന്നില്ല മറ്റേ ജാതി. അതാണ് ഈ കുംഭകർണൻ. അപ്പോൾ ഈ കഴിപ്പിച്ചാൽ ഇതിങ്ങനെ വിഷമായി പിന്നെയും വന്നു അങ്ങനെ നീക്കും. അപ്പോഴും ഉണ്ടായി ഒരു പുത്രി ഉണ്ട്. അത് പുത്രനല്ല ഉണ്ടായത്, അത് പുത്രി ഉണ്ടായത്. അപ്പോഴും ഈ വിശ്രവസ് പറഞ്ഞു, ഇതും നന്നാവാൻ വഴിയിൽ ദുഷ്ടത്തെയായിട്ട് തീരുന്നും പറഞ്ഞു. അതാണ് നമ്മുടെ ശൂർപ്പണഖ. അപ്പോൾ ഈ കൈകസി പറഞ്ഞു, എന്തോ ഒരു കഷ്ടം, ഇങ്ങനെ ഉണ്ടാവേണ്ടത് ഇജ്ജാതി വെച്ചാൽ അതിനേക്കാളും ഭേദം ഉണ്ടാവാണ്ടിരിക്കുകയായിരുന്നു, കഷ്ടമാണ് എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആരും നിലവിളിച്ചു കൈകസി. അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായി, ഒടുക്കുണ്ടായി, ഇളയ ഒരു പുത്രൻ ഉണ്ടായി. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഈ മഹർഷി പറഞ്ഞു, സാരമില്ല, എൻ്റെ ജാതിയിലാണ് ഉണ്ടാവുക വെച്ചാലും ഇവൻ എൻ്റെ ജാതിയുടെ സ്വഭാവമാണ് കാണിക്കുക എന്നും പറഞ്ഞു. എന്ത്? മഹർഷിമാരുടെ സ്വഭാവം കാണിക്കും, വലിയ ധർമ്മിഷ്ഠനായിട്ട് തീരും, നിൻ്റെ വംശത്തിൻ്റെയും എൻ്റെ വംശത്തിൻ്റെയൊക്കെ പേര് പ്രശസ്തനാക്കി യോഗ്യനായിട്ട് തീരുമെന്നും പറഞ്ഞു. ആ മകനാണ് നമ്മൾ ഒടുക്കുണ്ടായ മകൻ. എല്ലാവരേക്കാളും ഒടുക്കം നമ്മൾ പറയുന്നത് ദശാകണ്ഠൻ്റെയും കുംഭകർണൻ്റെയും പിന്നെ ഈ ശൂർപ്പണഖയുടെയും ഒക്കെ ശേഷം ഉണ്ടായതാണ് വിഭീഷണൻ. അങ്ങനെ ഉണ്ടായത്. അവൻ മഹാധർമ്മിഷ്ഠനായിട്ട് തീരുന്നും പറഞ്ഞു. ഇങ്ങനെ ഈ രാവണാദികളുടെ ജന്മം പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ഇങ്ങനെ ഈ ജന്മമൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് എന്താ വെച്ചാൽ ഈ രാവണനൊക്കെ ജനിച്ചു വെച്ചാലും ഇവറ്റകളൊക്കെ ജനിച്ച കാലത്ത് വലിയ കഥയൊന്നുമില്ല. ഈ വൈശ്രവണൻ്റെ മാതിരിയുള്ള പ്രാപ്തിയോ അല്ലെങ്കിൽ പ്രത്യേകതയൊന്നും ആർക്കില്ല. ഈ കൈകസിയുടെ മക്കൾക്കൊന്നുമില്ല. അവരിങ്ങനെ പാവം കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കഥയില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം കൈകസിയുടെ കയ്യുമ്പോൾ തൂങ്ങി രാവണൻ ഇങ്ങനെ പാർത്താ പരമ്പത്ത് കൂടി പോകുമ്പോഴാണ് വലിയേട്ടൻ എതിയെ പോണത്. കുബേരൻ ജ്യേഷ്ഠൻ ഇങ്ങനെ വിമാനത്തിൽ പോവുകയാണ്. വിമാനത്തിൽ പോണത് കണ്ടപ്പം ഈ കൈകസിയോട് രാവണൻ ചോദിച്ചു. രാവണൻ ദശകണ്ഠൻ ചോദിച്ചു, അമ്മേ അതാരാ അമ്മയാ പോണത്, അതാരാ അമ്മയെ പോണത് ചോദിച്ചു. അപ്പോൾ കൈകസി പറഞ്ഞു, അന്യന്മാരൊന്നല്ല ഉണ്ണിയെ, എൻ്റെ വലിയേട്ടനാണ്. എന്താ അല്ല പോക്ക് നോക്കൂ, നീ ഇങ്ങനെ കീറിയ ട്രൗസർ വിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ, എന്താ അല്ലേ നമ്മളൊരു കഷ്ടപ്പാട്, എന്താ അല്ലേ അവരുടെയൊക്കെ ഒരു മഹിമ, നമ്മളെന്നും ഇങ്ങനെ കഷ്ടത്തിലായിട്ട് അവരിങ്ങനെ വലിയ കഥയിൽ നോക്കൂ, നീയെ വേണച്ചാൽ നിനക്കും എന്തൊക്കെ ആവാം, അങ്ങനെയൊക്കെ ആവാം, മഹാകേമൻ ായിട്ട് എൻ്റെ ഏട്ടനാ നടക്കുന്നത്. അപ്പം അപ്പോഴാണ് ഈ രാവണൻ അല്ലെങ്കിൽ ദശകണ്ഠൻ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടിയിൽ പോകുന്നത് തൻ്റെ ജ്യേഷ്ഠനാണെന്നൊക്കെ. അപ്പോൾ ചോദിച്ചു, അതിനിപ്പോൾ എന്താ വിദ്യ ചോദിച്ചു. എന്താ വിദ്യ ചോദിച്ചാൽ, നീ നിൻ്റെ മിടുക്കൊണ്ട് നേട് തന്നെ, അല്ലാണ്ട് എന്താ ഇപ്പം നിവൃത്തി. അങ്ങനെ രാവണൻ എപ്പോഴും ഇങ്ങനെ ഏട്ടനോട് വലിയ ബഹുമാനമായി പോയി. ഇങ്ങനെ വിമാനത്തിലൊക്കെ പോണ ഏട്ടനല്ലേ, ആൾക്കാരോടൊക്കെ പറയല്ലോ എൻ്റെ വലിയ ഏട്ടൻ്റെ വിമാനം ഉണ്ട്, അവർ വിമാനത്തിലപ്പോൾ എൻ്റെ ട്രൗസർ കീറിയതാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നിങ്ങനെ ദാരിദ്ര്യമാകുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി ആരൊക്കെ, ഈ ദശകണ്ഠന്. അങ്ങനെ ഇരിക്കണ കാലത്ത് എന്തായി ഇവരിങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം വിചാരിച്ചു, ഇങ്ങനെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല, എന്തോ വേണം, തപസ് ചെയ്താലേ നല്ല ബലം ഉണ്ടാവുള്ളൂ. ഈ കുബേരൻ എങ്ങനെയാണ് വരം വാങ്ങിയത്? കുബേരൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ധനാധിപത്യം, വിമാനം, അതുപോലെ ഈ വണ്ടിയൊക്കെ കിട്ടിയതും, അതുപോലെ വടക്കേ ദിക്കിൻ്റെ ആധിപത്യം കിട്ടിയതൊക്കെ എന്തുകൊണ്ടാണ് കിട്ടിയത്? തപസ് ചെയ്തിട്ടല്ലേ. അങ്ങനെ രാവണൻ ഗംഭീരമായിട്ട് തപസ് ചെയ്തു, കുറേ കാലം തപസ് ചെയ്തു. രാവണൻ തപസ് ചെയ്തിട്ടൊന്നും ആരും വന്നില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയും തപസ് ചെയ്തു. 1000 ആണ്ട് കാലമൊക്കെ തപസ് ചെയ്തിട്ട് ആരും വന്നില്ല. ആരും വരണില്ല എന്ന് കണ്ടപ്പോൾ രാവണൻ എന്ത് വന്നു? ദേഷ്യം. അന്ന് രാവണൻ എന്നല്ല പേര്, ദശകണ്ഠൻ. ഈ ദശമുഖന് ദേഷ്യം വന്നു. ദശമുഖൻ എന്ത് ചെയ്തു? ഒരു തല വെട്ടിയിട്ട് അഗ്നിയിൽ ഹോമിച്ച് തപസ് ചെയ്തു. അപ്പോൾ വരുമെന്ന് വിചാരിച്ചു, ആരും വന്നില്ല. പിന്നെ മറ്റേ തലയും വെട്ടി, എന്നിട്ട് ഹോമിച്ചു, എന്നിട്ടും ആരും വന്നില്ല. പിന്നെ അടുത്ത ചൊവ്വാഴ്ച വന്നാൽ മറ്റേ തലയും വെട്ടി. ഇങ്ങനെ രാവണന് പിന്നെ ഇത് വെട്ടാൻ കുറേ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെട്ടാം, നമുക്കൊരൊറ്റ വെട്ടേ വേണ്ടു, അതോടെ നാട് നന്നാവും ഉണ്ടല്ലേ. കുറേ വെട്ടി, ഓരോന്ന് വെട്ടി 9 വെട്ടി ഹോമിച്ചു, ആരും വന്നില്ല. ആരുടെ അടുത്തേക്ക്?
രാവണൻ്റെ മുമ്പിക്ക്. ഒടുക്കം രാവണന് തോന്നി ഇത് വലിയ കഷ്ടപ്പാട് തന്നെയാണല്ലോ, അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഒരാളും വരുന്നില്ലല്ലോ എന്ന് കണക്കാക്കി 10ാമത്തെ തല വെട്ടാനായിട്ട് ഇങ്ങനെ കുടുംബയ്ക്ക് പിടിച്ച് വെട്ടാൻ പുറപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് ഒന്നും വെട്ടണ്ട എന്നും പറഞ്ഞു. അതും കൂടി അങ്ങോട്ട് വെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു, നാട് നന്നാവുമായിരുന്നു. ഇനി എന്തൊക്കെ പണി ലാഭം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ബ്രഹ്മാവാണ് പറഞ്ഞ വെട്ടണ്ട കുട്ടിയെന്ന് പറഞ്ഞ് വരം കൊടുത്തു. അപ്പോൾ ചോദിച്ചു എന്താ നിനക്ക് വരം വേണ്ടത് ചോദിച്ചു. വരം എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, മരിക്കരുത്. ഞാൻ ആര് ചോദിച്ചു. മരിക്കരുത് എന്നുള്ള വരാണ് എനിക്ക് വേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നാസ്തി മൃത്യു സമ ശത്രു അമരത്വം അഹം വൃണേ. മരണത്തെ പോലെ വലിയ ഭീകരമായൊരു വിഷമമില്ല, അതുകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവരുത്, ആ വരാണ് എനിക്ക് വേണ്ടത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ ചോദിക്കരുത്. എന്താ കാരണം എന്നറിയോ? നാസ്തി സർവാമരത്വം തേ വരമന്യം വൃണീഷ. ഒരിക്കലും മരിക്കാൻ പാടില്ല എന്നുള്ള വരം ചോദിച്ചാൽ തരില്ല. എന്താ കാരണം? വേണമെങ്കിൽ അതിലെന്തെങ്കിലും വേറെ ഒരു ഭേദഗതി വരുത്തി ചോദിച്ചോളൂ, വേണമെങ്കിൽ തരാൻ നോക്കിയിട്ടെന്നും പറഞ്ഞു. എന്താ കാരണം? രാവിലെ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, തരാം, വരം തരാം. ഉച്ചയ്ക്ക് പാടില്ല, തരാം. ഞായറാഴ്ച പാടില്ല, തരാം. അല്ലെങ്കിൽ മഴക്കാലത്ത് മരിക്കുക, അത് തരാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത്ര പ്രായത്തിൽ മരിച്ചാൽ മതി, അങ്ങനെയൊക്കെ എന്തെങ്കിലും വരം വേണമെങ്കിൽ തരാൻ കുഴപ്പമില്ല. തീരെ മരണം പാടില്ല എന്നുള്ള വരം ചോദിച്ചാൽ തരാൻ പറ്റില്ല. അങ്ങനെ ഒരു വരം സാധ്യമല്ല. കാരണം എന്താ ചോദിച്ചാൽ അത് ലോകത്തിൽ സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം എല്ലാവർക്കും എന്തുണ്ട്? സുവർണ നാഗ യക്ഷ എല്ലാ ജീവജാല മനുഷ്യന്മാരടക്കമുള്ള എല്ലാവർക്കും മരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കരുത്. അപ്പോൾ ഈ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണന് മനസ്സിലായി എന്തായാലും അത് കിട്ടില്ല എന്ന്. ഇത് മുഴുവനും മരണമില്ലാതെ കിട്ടില്ല, കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചോദിച്ചു പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ കൊല്ലാൻ മാത്രം ശക്തിയുള്ളവരാരാ? ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, നാഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഒന്ന് കൊന്നു നോക്കും, ഒരു വലിയ ശക്തിയുള്ളവരല്ലേ. മനുഷ്യന്മാരാണ് ഇപ്പോൾ ഒരു ശക്തി കുറഞ്ഞ കൂട്ടര്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? രാവണൻ ചോദിച്ചത് എന്താ വെച്ചാൽ എന്നെ കൊല്ലുക വെച്ചാൽ ഞാൻ മരിക്കുക വെച്ചാൽ വല്ല മനുഷ്യൻ്റെ കൈ കൊണ്ടേ മരിക്കാവൂ, അത്രയും പാടില്ല. മനുഷ്യന്മാർ നിസ്സാരന്മാരായതുകൊണ്ടൊന്നും എൻ്റെ അടുത്തേക്കൊന്നും ഇപ്പം നമ്മൾ പറയില്ലേ എനിക്ക് തീരെ മരണം ഉണ്ടാവരുത് പറഞ്ഞാൽ അയ്യോ പറ്റില്ല പറഞ്ഞു. എന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഉറുമ്പ് വശമായിട്ട് ഉറുമ്പൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ആക്കാനല്ലേ ഉള്ളൂ, നിസ്സാര കാര്യമല്ലേ. ഉറുമ്പിൻ്റെ കൈകൊണ്ട് എന്തായാലും നമ്മൾ ചാവില്ല, നിസ്സാര ജന്തു ആയതുകൊണ്ട് എന്ന് തോന്നുകൊണ്ട് ആ നിസ്സാരത്തരം നോക്കിയിട്ടാണ് എന്ത് ചോദിച്ചത്? മരിക്കുക വെച്ചാൽ മനുഷ്യൻ്റെ കൈ കൊണ്ട് വേണമെങ്കിൽ മരിച്ചോട്ടെ, വേറെ ആരുടെയും കൈ കൊണ്ട് മരിക്കാം. അപ്പോൾ ബ്രഹ്മാവ് അത് കുഴപ്പമില്ല, അത് തരാമെന്നും പറഞ്ഞു. ഇത് ഒരു പഴുതുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, എന്താ മനുഷ്യൻ്റെ കൈയുണ്ട്. അങ്ങനെ രാവണോ മാനുഷാധന്യൈരവധ്യത്വം തഥാത്മന. രാവണൻ മനുഷ്യന്മാരുടെ കൈകൊണ്ട് ഞാൻ മരിക്കുക വെച്ചാൽ മരിക്കാവൂ എന്നുള്ള വരം വാങ്ങി ബ്രഹ്മാവ് അത് കൊടുക്കും ചെയ്തു, കുഴപ്പമില്ല എന്നും പറഞ്ഞു. അങ്ങനെ വേറെ പ്രാണികളും ജന്തു ജീവജാലങ്ങളൊന്നും എന്നെ കൊല്ലാൻ ഇല്ല വരില്ല, വേറെ ആരും കൊല്ലില്ല, കൊല്ലുക വെച്ചാൽ മനുഷ്യന്മാരെ കൊല്ലുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഈ കുംഭകർണൻ മറ്റവനും തപസ് ചെയ്തിട്ടുണ്ട്. ഇവർ മൂന്നാളും കൂടിയാണ് തപസ് ചെയ്തത്. കുംഭകർണൻ്റെ മുമ്പിലേക്ക് ബ്രഹ്മാവ് വന്നപ്പോൾ ചോദിച്ചു എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, എന്താ വരം വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ എന്താ വരം ചോദിക്കുക എന്നൊക്കെ ബ്രഹ്മാവിന് ആദ്യം അറിയാം. അപ്പോൾ ചോദിച്ചാൽ കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവൻ ഉദ്ദേശിച്ചത് എന്താ ചോദിച്ചാൽ നിർദേവത്വം എന്നാണ്. നിർദേവത്വം വെച്ചാൽ നിർഗതാഹ ദേവാഹ യസ്മാത്ത നിർദേവം എന്നാണ്. അതായത് ദേവന്മാരില്ലാത്തൊരു സ്ഥിതി, ആ അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. ദേവന്മാരുണ്ടാവരുത്, അവരാണല്ലോ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ദേവന്മാരുണ്ടാവരുത്. ഞാനും എൻ്റെ വലിയേട്ടനും പിന്നെ അമ്മയച്ഛനൊക്കെ ആവാം, പിന്നെ ഭാര്യയും മക്കളൊക്കെ ആവാം, ദേവന്മാരൊന്നും പാടില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് എനിക്ക് ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. അപ്പോൾ ദേവന്മാരുണ്ടാവാൻ പാടില്ല എന്നിപ്പം വരം ചോദിച്ചാൽ വരം കൊടുക്കാണ്ടിരിക്കാൻ വയ്ക്കുമോ? എന്താ വേണ്ടു വെച്ചാൽ തരാമെന്നും പറഞ്ഞില്ലേ. ആ കൊടുക്കപ്പോൾ ബ്രഹ്മാവ് എന്താ ചെയ്തു വെച്ചാൽ ഈ ബ്രഹ്മാവ് ഇപ്പോൾ ഇവന് വരം കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും എന്ന് കണ്ടപ്പം ബ്രഹ്മാവ് സരസ്വതി ദേവിയോട് പറഞ്ഞു സരസ്വതിയെ ഒന്ന് സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സരസ്വതി എന്ത് ചെയ്തു? സരസ്വതി വരും ചെയ്തു. സരസ്വതി വന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു ഇപ്പം ഇങ്ങനെ അന്തല്യായി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിരുത്തണം. എന്താ വെച്ചാൽ വിഡ്ഢിത്തരങ്ങനെ ചോദിക്കുമ്പോഴേ അപ്പോൾ ഒന്ന് സരസ്വതി ഇവൻ അക്കാര്യം ഞാൻ ഏറ്റു, നിങ്ങൾ പറയുന്ന മാതിരി ആക്കിയാൽ പോയാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ ഇവൻ ഈ ബ്രഹ്മാവിനോട് നിർദേവത്വം ആണ് വരായിട്ട് വേണ്ടത്. നിർദേവത്വം ചോദിക്കാൻ പുറപ്പെട്ട സമയത്ത് സരസ്വതി ദേവി നാവിൻ്റെ മുകളിൽ കയറി വടക്കേ ഭാഗത്തൊരു ചവിട്ടം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്താ ഇങ്ങനെ ഇപ്പോൾ ഈ നാവ് ഒരു ഭാഗത്തേക്ക് മാറുമല്ലോ. ഇപ്പം നിർദേവത്വം എന്നുള്ളതിൻ്റെ തെറിച്ച് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ എന്തായി? ര കഴിഞ്ഞിട്ട് എന്നുള്ള ര കഴിഞ്ഞിട്ടാണ് ദ ഉദ്ദേശിച്ചത്. അപ്പം നിർദേവത്വം ഇതിപ്പോൾ എന്തായിന്നറിയോ? അത് തെറിച്ച് അപ്പുറത്തേക്ക് പോയി. ഇപ്പം ദ കഴിഞ്ഞിട്ടായി ര. അപ്പം എന്തായി? നിദ്രാവത്വം നായി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞായിരുന്നു. ഇവനാച്ചാൽ പെട്ടെന്ന് ചോദിച്ചപ്പോൾ നാവുളുക്കി ഇത് അറിഞ്ഞതുമില്ല. അപ്പോൾ നിദ്രാവത്വം വേണം. അപ്പോൾ ബ്രഹ്മാവ് ആയിക്കോട്ടെ തരാലോ, നീ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വരം വാങ്ങി ഇങ്ങോട്ട് തിരിഞ്ഞ് മുണ്ടോൻ്റെ വാക്കൊണ്ട് മൂക്ക് തുടച്ചപ്പോൾ അത് ഉറങ്ങിപ്പോയി. ആയിരുന്നു ഇവൻ ഉറങ്ങിപ്പോയി.
അത് വലിയ. അപ്പം നിദ്രാവാനായിട്ട് എപ്പോഴും നിദ്രയുള്ളവനായിട്ട് തീരട്ടെ ഞാൻ എന്നുള്ള വരാണ് ചോദിച്ചത്. നിർദേവത്വമാണ് ഉദ്ദേശിച്ചാലും കിട്ടിയത് നിദ്രാവാനായിട്ട് തീരെന്നുള്ള വരാ കിട്ടിയത്. കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവനാണെങ്കിൽ വല്ലാത്ത ഉറക്കം ഉറങ്ങുക തന്നെയാണ്. സരസ്വതി കാലഴുകി പോവുകയും ചെയ്തു കേട്ടോ, പെട്ടെന്ന് തന്നെ പോയി. ഇതാ കാരണം പെട്ടെന്ന് പരിപാടി തീർന്ന് കിട്ടി. സരസ്വതി ഇവൻ്റെ വായയിൽ ഈ വികട സരസ്വതി ആയിട്ട് വന്നാൽ അന്തല്യായി ചോദിപ്പിച്ച് അങ്ങനെ ചോദിച്ച വരം കൊടുത്ത് ബ്രഹ്മാവ് പോവാൻ നിൽക്കുമ്പോഴാണ് ഇവൻ ഉറങ്ങി 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 ഇങ്ങനെ ഉറങ്ങി തന്നെയാണ്. വല്ലാത്ത ജാതി ഉറക്കം. രാവണനൊക്കെ പേടിയായി. ഉറങ്ങണതിന് കുഴപ്പമൊന്നുമില്ല, ഉണ്ണാനൊരിത്തിരി നേരം ഉണരാനുള്ളൊരു പഴുത് കൊടുത്താൽ മതിയായിരുന്നു. എന്തിന് എപ്പോഴും ഉറങ്ങിയ ഊണഴിക്കാനുള്ളൊരു പഴുത് കിട്ടിയില്ല. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, ഇങ്ങനെ ഉറങ്ങിയാൽ വലിയ വിഷമാണ്, എന്താ ചെയ്യുക? ഒരു നിവൃത്തി ഉണ്ടാക്കി തരണേ, ഞങ്ങൾക്ക് ചെറിയൊരു ഭേദഗതി വരുത്തി തരണേ. പറഞ്ഞു ശരി, ഇതിങ്ങനെ മറ്റേ എന്താ പറയുക, മറ്റേ ആവിയുടെ എഞ്ചിൻ പോലെ പറഞ്ഞ് ഉറങ്ങുകയാണേ. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ സങ്കടമായി, വലിയ വിഷമം തോന്നിയിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവ് ചെറിയൊരു ഭേദഗതി ചെയ്തു കൊടുത്തു. മാറ്റാൻ പറ്റില്ല, എന്താ വരം മാറ്റാൻ പറ്റില്ല. എന്താ ഭേദഗതി എന്നറിയോ? 6 മാസം ഉറങ്ങുക, 6 മാസം ഉണർന്നിരിക്കുക, അങ്ങനെ തരാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഈ കുംഭകർണൻ എന്ത് ചെയ്യും? 6 മാസം ഉറങ്ങും. പിന്നെ ജനുവരി തുടങ്ങിയിട്ട് ജൂൺ മാസം വരെ എന്ത് ചെയ്യും? ഉറങ്ങും. പിന്നെ ജൂൺ തുടങ്ങി അങ്ങോട്ട് ഡിസംബർ വരെയുള്ള ആ സമയത്ത് ഒരു 6 മാസം എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും 6 മാസം കൂടുമ്പോൾ പിന്നെ ഉറങ്ങും, 6 മാസം ഉണരും. അങ്ങനെയാണ് കുംഭകർണൻ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത്. അതുകൊണ്ടിരിക്കട്ടെ. വാസ്തവത്തിൽ ഈ കുംഭകർണൻ എന്ന് പറഞ്ഞത് ആരാ ശരിക്കും? 6 മാസം ഉറങ്ങലും 6 മാസം ഉണരലും ശരിയല്ലേ? വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഏതാണ്ട് ഒരു 8 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ 8 മണിക്ക് ഉണരും. പിന്നെ ഉച്ചക്കൊക്കെ ഉറക്കമുണ്ട് കേട്ടോ, അത് കൂട്ടിയാൽ കൂടും. അപ്പോൾ കൂട്ടി കഴിച്ചവന് 8 മണിക്കൂർ എന്തായാലും ഉറക്കമുണ്ട്. പിന്നെ നമ്മൾ ഇരുന്നുറങ്ങണത്, ബസ്സിൽ തൂങ്ങി ഇറങ്ങണത്, അതും കൂട്ടിയാൽ ഇതിലേറെ ഉണ്ടാവും. എന്നാലും ഒരു 8 മണിക്കൂർ ഇതിലൊരു 12 മണിക്കൂറുള്ള പകുതി ഉറക്കം തന്നെയാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ പകുതി ഉണർന്നിട്ടും. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര മണിക്കൂറാവും? ഒരു 15 ദിവസം ഉറക്കും. ഒരു ദിവസത്തിൽ 15-12 മണിക്കൂർ ഉറക്കം, 12 മണിക്കൂർ ഉണർവ് ആവുമ്പോൾ എന്ത് വരും? അത് മാസക്കണക്ക് വെച്ച് നോക്കുമ്പോൾ 15 ദിവസം ഉറക്കം, 15 ദിവസം ഉണർവ്, ശരിയല്ലേ? ഇത് അതൊരു 6 മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വരും? 3 മാസം ഉറക്കം, 3 മാസം ഉണർവ്. അതൊരു കൊല്ലത്തെ കണക്ക് വെച്ച് നോക്കുമ്പം പറഞ്ഞു വന്നപ്പോൾ അത് നേരെ കുത്തി മറിഞ്ഞ അവനോൻ്റെ അഞ്ചത്തേക്ക് തന്നെയാണ് വരണത്. അപ്പം ഈ 6 മാസം ഉണരണോ 6 മാസം ഉറങ്ങണോ എന്ന് പറഞ്ഞാൽ സമ്പ്രദായം ആരെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്? മനസ്സിലാവില്ലേ? അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, വെറുതെ ഇതൊന്നും ഇങ്ങനെ രാമായണത്തിൽ ഇങ്ങനെ പറയണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ ഒരു പൊട്ടത്തരം തോന്നി പറഞ്ഞു പോയതാ. എന്ത് നോക്കുമ്പോൾ കഥയൊക്കെ തിരിഞ്ഞു വരുന്നത് നമ്മുടെ കഥ തന്നെയാണ്. അപ്പോൾ ഈ 6 മാസം ഉറങ്ങുക, 6 മാസം ഉണരുക, ഈ അതാണ് നമ്മൾ 6 മാസം ഉറങ്ങാൻ പോയി, അതുകൊണ്ട് ഇനി വിളിച്ചോണർത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ രാവണൻ, കുംഭകർണൻ. അപ്പോൾ വിഭീഷണനും തപസ് ചെയ്തേ. ഈ വിഭീഷണൻ തപസ് ചെയ്ത സമയത്ത് വിഭീഷണനോട് ചോദിച്ചു, വിഭീഷണ നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. വിഭീഷണൻ ചോദിച്ച വരം എന്താണെന്നറിയൂ? ഭഗവൻ കൃതകൃത്യോഹം യന്മേ ലോക ഗുരു സ്വയം പ്രീതേന യതി ദാതവ്യോ വരോ മേ ശൃണു സുവ്രത. ലോകനാഥനായ ഭഗവാനെ അങ്ങ് എനിക്ക് നല്ല വരം തരിക എന്നും പറഞ്ഞല്ലേ വന്നത്. അങ്ങ് എനിക്ക് ഒന്നാന്തരം വരം തരിക. എനിക്കൊരു വരേ വേണ്ടത്. എന്താണെന്നറിയോ? പരമാപദ്ഗതസ്യാപി ധർമ്മേ മേ. അതുണ്ടായത് ധർമ്മേ മതിർ. അതുണ്ടായി ധർമ്മേ മമ മതിർ ഭവേത്. എന്തു വേണം? പരമാപദ്ഗതസ്യാപി. അത്യാപത്തിൽ കിടക്കണ സമയത്തും എൻ്റെ മനസ്സ് ധർമ്മത്തിൽ നിന്ന് തെറ്റരുത്, അത്രേ വേണ്ടൂ. എന്താ ചോദിച്ച വരം? അത്യാപത്തിൽ. നമുക്ക് ഈ അത്യാപത്തൊന്നും ഇല്ലാത്ത സമയത്ത് സന്തോഷമായിട്ട് ചോറുണ്ടിരിക്കുമ്പോൾ നല്ല ധർമ്മമായിരിക്കും. വല്ല കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വേവലാതിയുള്ള സമയത്ത് ധർമ്മമൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ആ മനോഭാവത്തിനനുസരിച്ചല്ലേ പ്രത്യേകത. ഇതിപ്പോൾ അങ്ങനെയല്ല. എന്താ വെച്ചാൽ പരമാപദ്ഗതസ്യാപി. അത്യാപത്തിൽ കഷ്ടത്തിലായി നിവൃത്തിയില്ലാതെ പെട്ട് കിടക്കുമ്പോഴും ധർമ്മം തെറ്റി പ്രവർത്തിക്കാൻ എനിക്ക് തോന്നരുത്. അങ്ങനെയൊരു വരം എനിക്ക് വേണം. അങ്ങനെയുണ്ട്. മഹാഭാരതത്തിലൊരു പ്രയോഗമുണ്ട്, നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്നാണ്. എന്താണ്? നമുക്ക് കേട്ടിട്ടില്ലേ? നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്നാണ്. അതായത് ബലസ്യ എന്ന ഈശേ, താൻ വലിയ ബലവാനാണ് എന്ന് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യരുത്? അധർമ്മം ചെയ്യാൻ പോകരുത്.
മനസ്സിലാവില്ലേ? വലിയ ബലവാനായതുകൊണ്ട് എങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രാപ്തിയുള്ള ആളായി ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? അധർമ്മം ചെയ്യാൻ പോകരുത്, ധർമ്മേ ചെയ്യാവൂ. അങ്ങനെ ഇപ്പോൾ പ്രാപ്തിയും ശക്തിയും കഴിവുള്ളവരെല്ലാവരും അധർമ്മത്തിന് പുറപ്പെട്ടാൽ ലോകം നശിച്ചു പോവില്ലേ? അത് ചെയ്യാം. അപ്പം നമ്മൾക്ക് എല്ലാറ്റിനും പ്രാപ്തി ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലാനും ഒക്കെ പ്രാപ്തി ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് ധർമ്മം. അധർമ്മത്തിലായിരിക്കണം മനസ്സിൻ്റെ സ്ഥിതിയും ഉറപ്പും കിടക്കേണ്ടത്. അതാണ് നേശേ ബലസ്യ. അപ്പോൾ അവിടെ ഏതാ പറഞ്ഞത്? പരമാപദ്ഗതസ്യാപി, അത്യന്തം ബുദ്ധിമുട്ടിയിട്ടുള്ള ആപത്തിൽ ക്ലേശത്തിൽ ചെന്ന് പെട്ട് കിടക്കുന്ന സമയത്തും എനിക്ക് എന്തുണ്ടാവരുത്? എൻ്റെ മനസ്സ് എന്തിൽ പെട്ടു പോവരുത്? അധർമ്മത്തിൽ പെട്ടു പോവരുത്. അത്രയേ വേണ്ടൂ. പിന്നെ എന്തും കൂടി വേണം? അശിക്ഷിതം ച ബ്രഹ്മാസ്ത്രം ഭഗവൻ പ്രതിഭാതുമേ. ആരും പഠിപ്പിച്ചു തരേ ഉപദേശിച്ചു തരേ ചെയ്യാതെ തന്നെ എന്ത് വേണം? എനിക്ക് ബ്രഹ്മാസ്ത്രം വശാവണം. ഇത്രയേ വേണ്ടൂ. യാ മേ